നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഡെസേർട്ട് ഇത്ര വർഷം 18-19 വർഷം ദുബായിൽ ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഡെസേർട്ടിലേക്ക് വന്ന് ഇന്ന്. എൻ്റെ ചങ്ങായി പിന്നെ ഷാജിയേട്ടൻ അവർ വിളിച്ചിട്ട് ഞാൻ വന്നത്. അപ്പോൾ ഷാജിയേട്ടൻ തന്നെയാണ് ബൈക്കൊക്കെ സെറ്റാക്കി തന്നെ ഇതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ ഡെസേർട്ടിലേക്ക് വരാൻ പറ്റിയത് ഇന്നാണ്. ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഡെസേർട്ടിൻ്റെ കാഴ്ചകൾ ഇന്ന് ഫുള്ള് കാണിക്കാം. ഡെസേർട്ട് കാണാത്ത ആൾക്കാർക്ക് നാട്ടിലെല്ലാവർക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നാട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഡെസേർട്ടിൻ്റെ യാത്രകൾ എല്ലാം കാണിക്കാം. അടിപൊളി യാത്രയാണ്, അടിപൊളി. ഇന്നത്തെ ഡെസേർട്ട് സഫാരി എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈബാക്കി മാറ്റണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓടിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബാക്കി പിന്നെ ആൾക്കാരിങ്ങനെ വണ്ടി പിടിച്ചുകൊണ്ടുണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാർ വണ്ടിയുണ്ട്, എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഇതാണ് ഇവിടുത്തെ ഈ പിന്നെ റൈഡുകൾ. വണ്ടി ഇങ്ങനെ വാടകയ്ക്ക് അവിടെ നിന്ന് എടുക്കും. വാടകയ്ക്ക് എടുത്തിട്ട് അവർ, അതായത് ഞങ്ങളെ കൂടെ വന്ന ആൾക്കാരാണത്. ഈ ചെക്കൻ നമ്മളെ കൂടെ വന്നേക്കും. ചെക്കൻ ഒരു വണ്ടി എടുത്തു. എല്ലാവരും ഓട്ടത്തോടാണ്. വണ്ടിയിലെ ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലെ കൈ തിരിക്കുന്നല്ല, ഇത് പ്രസ് ചെയ്യുന്ന ഇതാണ് ആക്സിലേറ്റർ. അല്ല, ഇതാണ് ആക്സിലേറ്റർ വണ്ടിയിലെ. ഈ ഭാഗത്താണ് ബ്രേക്ക്. ഇതാണ് ഡബിൾ ക്യാബിനായിട്ടുള്ള പിന്നെ ഡെസേർട്ടിൽ പോകാൻ പറ്റിയ സാധനം. ഇത് ഡബിളാണ്. ഇതിൻ്റെ സ്റ്റോക്ക് ആപ്സറിനൊക്കെ അടിപൊളിയാണ്. ഇത് ഡബിൾ. ഇതിൽ 2 പേർക്ക് ഇരിക്കാം. അതേപോലെ ഡബിളിൻ്റെ കുറേ വണ്ടി ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഡബിളിൻ്റെ ആണ്. ഡബിളിൻ്റെ സെറ്റാണ്. പക്ഷെ ഡബിൾ എടുത്തിട്ട് പോകുന്ന ആൾക്കാർ കുറവാണ്. എല്ലാവരും ബൈക്ക് ടൈപ്പാണ് എടുത്തിട്ട് പോകുന്നത്. ഒട്ടകത്തിന് അടുത്ത് കണ്ടിട്ടാന്നുള്ളൊരു പരാതി വേണ്ട. ഇതാണ് ഒട്ടകം. ഇവിടെ ആൾക്കാരെ സഫാരി ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒട്ടകം ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. കണ്ടോ, ഒട്ടകം കുത്തിയില്ല, ചവിട്ടിയില്ല, പക്ഷെ കടിക്കലാണ്. കണ്ടോ, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വീട്ടേക്ക് വലയിലിട്ട് കൊടുക്കും. അതാണ് ഒട്ടകം. ഇങ്ങനെ ആരുമില്ല ഇന്ന്. ഒട്ടകത്തിന് ഓട്ടമൊന്നുമില്ല. ഓട്ടം ഇല്ലാത്തത് കൊണ്ട് 2 ഒട്ടകം ഫ്രീ ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒട്ടകത്തിൻ്റെ മുകളിലാണ് നമ്മൾ യാത്ര. ഒട്ടകം കൂടി കിട്ടി. പിന്നെ വലിയ ഒട്ടകം, ചെറുതൊന്നുമല്ല, നല്ല മുടിക്കലോട്ടം. ഓക്കെ ഇനാ വലിയ ഒട്ടകം. ഒട്ടകം വിചാരിച്ചിട്ടുണ്ടാവും എന്താ ഇത്ര പെട്ടെന്ന് എന്നാ തിരിച്ചടക്കം ഉണ്ടാക്കുന്നതാണ്. ആകെ കയറി ഇറങ്ങി അത്ര തന്നെ. ഡെസേർട്ട് സഫാരിയിലാണ്. ഒരു വീഡിയോ കേട്ട് കിട്ടുന്നില്ല, ഫ്രണ്ടൊന്നും കിട്ടുന്നില്ല. നല്ല കാറ്റുണ്ട്. കാറ്റത്തില്ലേ നടുക്ക് മരുഭൂമി നടുക്ക് നിന്ന എന്താ അവസ്ഥ. സൺസെറ്റിൻ്റെ ടൈമുമായി. എന്താ പറയുക, ഈ വണ്ടിയിലൊരു 20 മിനിറ്റ് യാത്ര ചെയ്തു. ആ യാത്രയില്ലേ
എന്ത് പറയണ്ട, ഒന്നാകെ ഈ കുന്നും മലയെല്ലാം കീഞ്ഞിട്ട് ബാറ്റിനെല്ലാം ഗുളു സൗണ്ടെല്ലാം വരുന്നേക്കാന്ന്. ഒന്നാമത് ഗ്രൈൻഡറിലിട്ട് അരച്ച പോലെ തന്നെ ആയി. അമ്മാരി ഞങ്ങളുടെ വണ്ടിയിൽ വന്ന ആൾക്കാരാണിത്. ഈ രണ്ട് അവരും അതിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരും ഇതെല്ലാം നമ്മൾ വണ്ടിയിൽ വന്നതാണ്. അങ്ങനെ ആദ്യത്തെ നമ്മുടെ ഡെസേർട്ട് സഫാരി ഇഷ്ടമായി. എന്നാലും കുറച്ച് പേടിപ്പെടുത്തുന്ന യാത്രയാണ്. ഭയങ്കര കുറച്ച് ധൈര്യമെല്ലാം വേണം, ഇല്ലെങ്കിൽ ഇത് കാര്യമില്ല. കാരണം ഛർദ്ദിക്കുന്നെല്ലാം വരുന്നവർക്കൊന്നും പറഞ്ഞ കാര്യമല്ല, ഛർദ്ദിക്കുന്നവർക്ക് പറഞ്ഞ കാര്യമല്ല. പിന്നെ അതായത് പരുന്തിനും കൊണ്ട് വരുന്നുണ്ട് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതാ ഇപ്പം ഈ പരുന്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കും വേണമെങ്കിൽ ഇതാ പരുന്നുണ്ട്. അയാളാണ് പരുന്തിനെ കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അയാൾ എന്താ ഫോട്ടോ എടുക്കും. ഇതിപ്പോൾ നമ്മൾ ഡെസേർട്ട് കഴിഞ്ഞിട്ട് ക്യാമ്പിലേക്ക് പോവാണ്. മറ്റേ ബെല്ലി ഡാൻസ് ഒക്കെ ഉള്ള ക്യാമ്പിലേക്ക് പോകുന്ന ഒരു സീനാണ്. ഒരുപാട് വണ്ടികൾ ഡെസേർട്ടിൽ നിന്ന് വന്നു. എന്നിട്ട് എൻ്റെ അമ്മ ഇതിലും പ്രശ്നം തന്നെയാണ്, വണ്ടി പോകുന്നത് കുറച്ച് മുഷ്കിൽ തന്നെയാണ്. ഭയങ്കര. അപ്പോൾ ഇനി ഡാൻസ് കാണാം, ബെല്ലി ഡാൻസ് കാണാം. അതേപോലെ അവിടെ ഫുഡ് കഴിക്കാം. ഒരു ക്യാമ്പിലേക്കാണ് ഈ പോകുന്നത്. ഒരുപാട് വണ്ടികളാണ് പോകുന്നത്. ഏകദേശം സമയം 7 മണി ആയ സമയമാണിത്. സൺസെറ്റൊക്കെ കഴിഞ്ഞ് ക്യാമ്പിലേക്ക് എത്താറായി. ഇപ്പോൾ ഇതാണ് നമ്മളെ ക്യാമ്പ്. ഡെസേർട്ടിൽ പോയി കറങ്ങിയിട്ട് പിന്നെ ഇതാണ്. വണ്ടി എടുക്കാൻ ഭയങ്കര മുഷ്കിലാണ്. ഈ വണ്ടിയിൽ നിന്ന് വീഡിയോ എടുക്കൽ തന്നെ ഭയങ്കര മുഷ്കിലാണ്. അപ്പോൾ ഡെസേർട്ടിലെ ഡ്രൈവ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇപ്പോൾ ക്യാമ്പിലെത്തിയാൽ ആണ് ക്യാമ്പ്. ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ അകത്തെത്തിയിട്ട് പറയാം. ഇപ്പം നമ്മ പിന്നെ ഡെസേർട്ടിന് നേരെ വന്നിട്ട് ഇതിൽ ക്യാമ്പിൽ കയറുന്നതിന് മുന്നേ ഇവർ കൊടുക്കുന്നൊരു സർവീസാണ്. ക്യാമ്പിൻ്റെ മുകളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാനും അതേപോലെ ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് അതേപോലെ അവിടെ കൊണ്ടിറക്കും. അതാണ് ഈ സർവീസ്. ഇതിൽ ഒരു പാക്കേജിൽ ഇൻക്ലൂഡാണ് ഈ സംഭവം. വേണ്ട ഇതിൽ അതിൽ കയറുന്നൊന്നും വലിയ ചെറിയ കാര്യമല്ല, കുറച്ച് മുഷ്കിലാണ്. അവർക്ക് ഒരു റൗണ്ട് അടിച്ചിട്ട് അവിടെ തിരിച്ച് കൊണ്ടുകൊണ്ട് വെച്ചു. ഒരു ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കുക, അത്ര എന്നതാണ്. മുറുക്ക പിടിക്കണം. അത് ഇറങ്ങുമ്പോൾ ഇല്ലേ അതിൻ്റെ കമ്പി വേണ്ട, അതാണ്ട ഒറ്റ കുത്തൽ കുത്തിട്ടാണ് വേണ്ട. അതാ അടുത്ത കാര്യം. ഒട്ടകത്തിൻ്റെ മുകളിൽ കയറുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി കയറി, അതുകൊണ്ട് ഞാൻ കയറുന്നില്ല. അപ്പോൾ ഞങ്ങളൊക്കെ വന്നവർ കയറുന്നു. ഓക്കെ, യു ഓൾസോ ഗോ. വൈ? Okay, try, no, this is possible. Okay, no problem. Try, enjoy, no. Go. Go. Just try with your kids. Okay. Okay. അപ്പോൾ അവരോട് ഞാൻ പോകാൻ വേണ്ടി പറയുന്നത് അവരെ മക്കളാണത്. പിന്നെ അതേപോലെ എന്താവുമെന്ന് അറിയില്ല. അവർ ഒട്ടകം കയറുമ്പോൾ ബാക്കിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. എന്നാൽ അത്രയും തടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ തടിയുള്ളവരെ കുറ്റം പറയുന്നല്ല, പക്ഷെ ബുദ്ധിമുട്ടാണത്. ഒട്ടകം എന്ന് പറയുന്നത് എൻ്റെ മുകളിൽ കയറുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒട്ടകത്തിൻ്റെ മുകളിൽ കയറുന്നതല്ല പ്രശ്നം, കയറിയിട്ട് ഒട്ടകം ഒരു എണീക്കലുണ്ട്. എണീക്കുമ്പോഴാണ് പ്രശ്നം. ഒന്ന് നോക്കോ, എല്ലാവരും ശ്രദ്ധിച്ചാൽ കാണാം. അവര് എന്താ ഒട്ടകം എണീക്കുന്നുണ്ട്. അതാ ഒന്നെണീച്ചു, അതാണ്ടോ അതങ്ങനെ പൊങ്ങും. വേണ്ട അതാ ഇപ്പം അടുത്ത് എണീക്കുന്ന ഇത് നോക്കോ, അതാ അതിന് കെട്ടിയിട്ട് മറ്റതും അതിനങ്ങനെ 3 എണീച്ചു. എന്താ കുഴപ്പമൊന്നുമില്ല. അകത്ത് കയറിയാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് സ്വീറ്റ് ബോൾ. ഇത് പിന്നെ ഡേറ്റ്സിൻ്റെ സിറപ്പാണ്. ഇതിങ്ങനെ മുക്കാം, കഴിക്കാം. പിന്നെ ഇത് പറഞ്ഞാൽ ഗാവ, അറബിക്ക് ഒരു കോഫിയാണ് ഗാവ.
അതും കുടിച്ചിട്ട് ഇനി അടുത്ത ക്യാമ്പിലേക്കാണ് പോകുന്നത്. അതാണ് ക്യാമ്പ്. അങ്ങനെ ക്യാമ്പ് ഏരിയ. നമ്മൾ അടുത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നുള്ള ഭക്ഷണമാണ് തുടങ്ങണം. ഭക്ഷണം ആദ്യം സലാഡിലാണ് തുടങ്ങുന്നത്. സലാഡിൽ പലതരം പാസ്ത കാര്യങ്ങൾ, സലാഡിലെ ഐറ്റംസ്. അത് കഴിഞ്ഞിട്ട് എല്ലാം ഫുള്ള് സലാഡ് ടൈപ്പിലാണ് കഴിക്കുന്ന സാധനം. സലാഡിൽ ഒരു സമൂസ, കബാബാണ്. ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് കബാബും ചിക്കനും ഷവർമ ഉണ്ടാക്കുന്നുണ്ട്. Ladies and gentlemen, Assalamu alaikum and welcome to our authentic Arabic desert camp. We hope you enjoyed so far your experience bashing down the dunes, ride a camel, or have fun with the sound buggies outside. Tonight, we will guide you through a program filled with excitement and exotic flavor. While we prepare the buffet for you, please enjoy in the meantime a hot shawarma from our live cooking station. Visit our henna artist or try a new look while putting on the local Arabic dress in our local dress section. If you have any questions, please don't hesitate to ask our staff for help. Alcoholic beverages can be... ആദ്യത്തെ പ്രോഗ്രാം അറബിക് ഡാൻസാണ്. പരിപാടി 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4ാമത്തെ പരിപാടിയാണ്. ഇത് ഏത് ഡാൻസ് എന്നറിയില്ല, എന്നാലും ഇത് ബെല്ലി ഡാൻസിന് മുമ്പുള്ളൊരു ഡാൻസാണ്. ലൈറ്റ് ഡാൻസ്. ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ആ ഡ്രസ്സ് മൊത്തം ലൈറ്റ് വരുന്ന ഒരു ഡാൻസാണ്. സ്റ്റാർട്ടിങ് ആണ്. ഡാൻസ് ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ലൈറ്റ് വരും. നല്ല കാഴ്ചക്കാർ ഇങ്ങനെ ഉണ്ട്. നമ്മളെ വണ്ടിയിൽ വന്നവർ അതിന് ലൈറ്റ് ഡാൻസ് ആയിരിക്കും. അടുത്താണ് ബെല്ലി ഡാൻസ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡാൻസ്. ബെല്ലി ഡാൻസാണ് മെയിൻ.
ലൈലയാണ് അവളെ പേര്. ലൈലയുടെ ബെല്ലി ഡാൻസ് നമുക്ക് കാണാം. ഡൽഹിയിൽ ഇതുവരെ കാണാത്തൊരു കളിയാണ്. വാളെല്ലാം കളിച്ചിട്ടുണ്ട്. വാള് തലയിൽ വെച്ചിട്ട് വാള് താഴെ വീണില്ല, കളിക്കുന്നുണ്ട്. നമ്മളൊരു കുട്ടി കൂടി സഹകരിച്ചിട്ടുണ്ട് നമ്മളോട്. അവളും കൂടി അവളെ സൗണ്ട് ആക്കാൻ വേണ്ടി സമ്മതിച്ചു. അടുത്തത് ഫയർ ഡാൻസാണ്. ഫയർ ഡാൻസിന് വേണ്ടിയിട്ട് ആൾ നമ്മളെ നാട്ടിൽ പന്തം വീശുന്ന അതേപോലെ തന്നെ പന്തം വീശൽ തന്നെ, നാട്ടിലെ പന്തം വീശൽ നല്ല കുഴപ്പമില്ല, നല്ല സ്പീഡിൽ തന്നെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റത്തെ പരിപാടിയാണ് പന്തം വീശൽ.
പീസിലോട് കൂടിയിട്ട് നമ്മളെ ഡെസേർട്ട് സഫാരിയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ഒരു ടൂറുമായി കാണാം. യാത്രകൾ അവസാനിക്കുകയാണ്. യാത്രകളോട് യാത്രകൾ. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ഡെസേർട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് പരിപാടി കുഴപ്പമില്ല, നല്ല അടിപൊളിയായി, നല്ല പരിപാടി. എന്തായാലും ഇവൻ്റെ ഫയർ ആൻഡ് ഉഷാറായി. അപ്പോൾ ഇതോടുകൂടി ഡെസേർട്ട് സഫാരി അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും കുറേ പുതിയ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ കൂടെ തന്നെ വരണം. എല്ലാവർക്കും നമുക്ക് ഞാൻ പോകുന്നതും അവിടെ നമ്മൾ കാണാത്തതായിട്ടുള്ള പല കാര്യങ്ങളും എന്നെ കൊണ്ട് കാണുന്നത് പറ്റുന്ന വിധം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. No one knows what it means, but it's provocative. Let's get the people going. ഇത് നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതാണ് ഈ ലാസ്റ്റത്തെ ഒരു പരിപാടി. നല്ല ഗംഭീര പരിപാടിയാണ്. എന്താ പറയുക, വെടിക്കെട്ടോടുകൂടി അവസാനം എന്ന് പറഞ്ഞ പോലെ അവനെ ഇവിടുന്ന് പന്തം കൊണ്ട് നേരെ അങ്ങോട്ട് പോയിട്ട് അടിപൊളിയാക്കി, സൂപ്പറായി. സൂപ്പറായി.